അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ സുദിനം അടുത്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ ഒഫീഷ്യലി ഇതുവരെ യൂട്യൂബിലൊന്നും റിലീസ്, പക്ഷേ ഒഫീഷ്യലി ഇതെന്തായാലും ഒരുപാട് പേർക്ക് ഇട്ട് കാണിച്ചു കഴിഞ്ഞു. അതിന് ഒരുപാട് ലീക്സൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത് കണ്ടിട്ടുള്ള ഓഡിയൻസ് അതിൻ്റെ മൊത്തം ഡിസ്ക്രിപ്ഷൻ അടക്കം എന്താണ് ക്ലിയർ ആയിട്ട് അതിൽ കാണിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സിനിമാക്കോൺ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതിൽ നമ്മുടെ DC സോണിയുടെ ഒക്കെ പാനൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം 15-16 തീയതിയാണ് നമ്മുടെ ഡിസ്നിയുടെയും മാർവലിൻ്റെയും പാനൽ വരുന്നത്. ആ പാനലിൽ എന്തായാലും അവർ ഇറക്കി വിടാൻ വേണ്ടി പോകുന്നത് ഡൂംസ്ഡേ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ അതിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇപ്പോൾ ഡൂംസ്ഡേയുടെ ട്രെയിലർ തന്നെ ഇട്ട് കാണിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കാരണം ഈ ലീക്കുകളൊക്കെ മാർവൽ ചുമ്മാതെ അങ്ങ് തള്ളി വിടുന്നതല്ല. കാരണം ഇൻ്റർനെറ്റിലൊക്കെ കത്തി പുകയാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം തന്നെയാണ് ഇതിൻ്റെ ഓരോ ലീക്സായിട്ട് ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യലി ഇവർ തന്നെ പുറത്ത് വിടുന്നതാണെന്ന് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നടന്നിട്ടുള്ള ബാക്കി സ്റ്റുഡിയോസിൻ്റെ ഒക്കെ, ഐ മീൻ സോണിയുടെ ആണെങ്കിലും DCയുടെ ആണെങ്കിലും പാനലൊക്കെ നടന്നപ്പോൾ അതിലുള്ള ഓഡിയൻസിനൊന്നും ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മാർവലിൻ്റെ നമ്മുടെ ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ പാനൽ വന്നപ്പോൾ എല്ലാവർക്കും ഫോൺ യൂസ് ചെയ്യാം, വീഡിയോസ് എടുക്കാം, എല്ലാം. ഐ മീൻ ഓൾറെഡി എന്തായാലും അതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഫോൺ എടുത്തിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ അവരെന്തായാലും ഷൂട്ട് ചെയ്താൽ ഓൺലൈനിൽ ലീക്ക് ചെയ്യുന്നത്. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് മാർവൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഒരു റെസ്ട്രിക്ഷൻസും വെക്കാത്തതും. അങ്ങനെ അവർ വിചാരിച്ച പോലെ തന്നെ സംഗതി കയറിക്കൊളുത്തി. ആക്ച്വലി മാർവലിൻ്റെ ഈ പാനൽ പ്രസൻറ്റേഷനിൽ ആരൊക്കെയാണ് വന്നിട്ട് ഈ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർവലിൻ്റെ CEO ആയിട്ടുള്ള കെവിൻ ഫെയ്ഗി, പടത്തിൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റൂസോ ബ്രദേഴ്സ്, പിന്നെ നമ്മുടെ RDJ, ക്രിസ് ഇവാൻസ്, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് അത് മൊത്തം പാനൽ കണ്ടക്ട് ചെയ്തതും ആ ട്രെയിലർ റിവീൽ ചെയ്തതും. ഇനി ആദ്യം നമുക്ക് ആ ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് പറയാം, എന്നിട്ട് ബാക്കിയിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ ഒരു വോയിസ് ഓവറോടെയാണ് ഈ ട്രെയിലർ തുടങ്ങുന്നത്. അത് നമ്മുടെ തോറിൻ്റെ ഒരു വോയിസ് ഓവർ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണോ എന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. ആ വോയിസ് ഓവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒന്ന് വലുത് വരാൻ വേണ്ടി പോവാണ്. ആ വരാൻ വേണ്ടി പോകുന്നത് ഒരുപക്ഷെ നമുക്ക് തടുക്കാനേ പറ്റത്തില്ല എന്നാണ് ആ വോയിസ് പറയുന്നത്. ആ ഒരു സീനിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ എക്സ്മാൻസിൻ്റെ എക്സ്പാൻഷനാണ്. അവിടെ എന്തോ മൊത്തം തകർന്നിരിക്കുന്ന പോലെ, ഐ മീൻ ഒരു ഇൻക്വേഷൻ പോലെ എന്തൊക്കെയോ ഒരു ഫൈറ്റൊക്കെ നടന്നിട്ട് മൊത്തം ആ എക്സ്പാൻഷൻ തന്നെ തകർന്നിരിക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ട്രെയിലറിലെ സീനായിരിക്കും ഫസ്റ്റ് നമ്മുടെ എക്സ്മാൻഡ് ആ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള സൈക്ലോപ്സ് ഒക്കെ നമ്മൾ നടക്കുന്ന ആ ഫൈറ്റൊക്കെ ഉള്ളത്. പിന്നെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാക്ഷാൽ ഡോക്ടർ ഡൂമിൻ്റെ ഫസ്റ്റ് ലുക്കാണ്. അതായത് പുള്ളി ഇവിടെ മുട്ടുകുത്തി ഇരുന്നിട്ട് പുള്ളിയുടെ മുഖത്തൊക്കെ എന്തോ സ്കാർ ഉള്ളത് പോലെയാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ തോർ പറയാണ്. അതായത് തോർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് ശത്രുക്കളെ നേരിട്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒന്ന് ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഒരുപാട് ഫ്രണ്ട്സും എനിമീസും ഒക്കെ ഇല്ലാതായിരിക്കുകയാണ്, പക്ഷേ അതൊക്കെ ഒരുപക്ഷെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാവാമെന്ന് പുള്ളി പറയാണ്. അങ്ങനെ ഒന്നുമില്ലായ്മയിലായിരിക്കണമെങ്കിൽ അവരെല്ലാം വീണ്ടും ഒന്നു ചേർന്നെന്ന് പറയാണ്. അതിനുശേഷം പിന്നെയാണ് മെയിനായിട്ടുള്ള സീൻ. അതായത് ഡയറക്റ്റായിട്ട് നമ്മുടെ തോറ് ഡോക്ടർ ഡൂമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ആ ട്രെയിലറിൽ കാണിക്കുന്നത്. അതും പുള്ളിയുടെ സ്ട്രോം ബ്രേക്കറും കൊണ്ട്. അതിനടുത്തുള്ള സീനിൽ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ നമ്മുടെ MCU യൂണിവേഴ്സിലുള്ള ഹീറോസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ ഒരു സീന്. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന വേറൊരു മെയിൻ സംഭവമാണ്, അതായത് നമ്മുടെ ഗാംബിറ്റും ഷാങ്ചിയും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്ന പോലെ. ഒരു പക്ഷേ ഇത് ആ എക്സ്മാൻ യൂണിവേഴ്സിലേക്ക് ചെന്നതിന് ശേഷം, ഐ മീൻ നമ്മുടെ മാർവൽ ഹീറോസും എക്സ്മാൻ യൂണിവേഴ്സിലേക്ക് ചെന്നതിന് ശേഷം അവിടെ അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ് ഓൾറെഡി എന്തായാലും നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലീക്സ് ഉണ്ടായിരുന്നു. എന്തായാലും അത് നടക്കാൻ വേണ്ടി പോവാണ്. സോ ആ ഒരു ഫൈറ്റിൽ നമ്മുടെ ഷാങ്ചിയും ഗാംബിറ്റും തമ്മിൽ നടക്കുന്ന ആ ഒരു ഫൈറ്റ് ആയിരിക്കും. ഇനി ഈ ഗാംബിറ്റ് നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ കണ്ടിട്ടുള്ള ആ ഗാംബിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ഉണ്ട്, ചിലപ്പോൾ സാധ്യത ഇല്ലാതെ ഇരിക്കുക. കാരണം ഓൾറെഡി അതിലെന്തായാലും എൻഡിൽ പുള്ളിക്ക് ഒരു പോർട്ടൽ യൂസ് ചെയ്തിട്ട് പുള്ളി എസ്കേപ്പ് ആവുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു ഗാംബിറ്റ് ആവാൻ തന്നെ ചാൻസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഈ എക്സ്മെൻ യൂണിവേഴ്സിലുള്ള വേറൊരു പുതിയൊരു ഗാംബിറ്റ് ആയിരിക്കാം. അതേപോലെ തന്നെ ഈ എക്സ്മെൻ്റെയും നമ്മുടെ മാർവൽ ഹീറോസും തമ്മിലുള്ള വേറൊരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എലേന ബെല മിസ്റ്റിക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ. അതിൽ മിസ്റ്റിക്ക് എലേന ബെലയുടെ ഫോം എടുത്തിട്ട്, ഐ മീൻ പുള്ളിയായിട്ട് രൂപം മാറിയിട്ട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന പോലെ. അതായത് നമ്മുടെ 2 ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ ഫൈറ്റ് ചെയ്ത പോലെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടെന്ന്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഡൂമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ടുള്ള ആ തോറിനെയാണ്. അതായത് തോർ പുള്ളിയുടെ സകല പവേഴ്സ് എടുത്തിട്ട് നമ്മുടെ ഡൂമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോം ബ്രേക്കറും കൊണ്ട് വരികയാണ്. പക്ഷേ ഡൂം അതൊരൊറ്റ കയ്യിൽ പുള്ളിയുടെ ആ സ്ട്രോം ബ്രേക്കർ സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ ഈ ഫൈറ്റിൽ ഒരു രക്ഷയില്ലാന്ന് നമ്മുടെ തോർ കാണുമ്പോഴാണ് ഹേ പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് നമ്മുടെ തോർ കേൾക്കുന്നത്. നോക്കുമ്പോൾ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് മുടിയും താടിയൊക്കെ വളർത്തിയിട്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഈ സ്റ്റീവ് റോജേഴ്സിനെ കണ്ടതും നമ്മുടെ തോറിന് ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ പുള്ളി ദിസ് ഈസ് ഇംപോസിബിൾ എന്ന് പറയാണ്. അങ്ങനെ വന്നിട്ടുള്ള നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് കൈ നീട്ടിയതും തോറിൻ്റെ കയ്യിലുണ്ടായിരുന്ന മിയോളർ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്.
ഇത്രയാണ് ആ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. ഐ മീൻ ഇത്രയാണ് ആ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓൾമോസ്റ്റ് ഇത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. മൊത്തം ഇൻ്റർനെറ്റിലൊന്ന് പുക പിടിച്ച് കത്തുന്ന വരെ ഇതിങ്ങനെ തന്നെയായിരിക്കും. അതിനുശേഷമായിരിക്കും ഒഫീഷ്യലായിട്ട് മാർവൽ യൂട്യൂബിലൊക്കെ അതിൻ്റെ ട്രെയിലർ ഇറക്കി വിടാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ ഇന്നോ നാളെ തന്നെ ട്രെയിലർ എന്തായാലും വരും. അത് വന്നതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂമിൻ്റെ വോയിസ് ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നോർമൽ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ആ ഒരു സ്ലാങ്ങിലല്ല കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ജർമ്മൻ ഒരു ബ്രിട്ടീഷ് ആക്സൻറ്റിൽ നമ്മുടെ ഡൂം സംസാരിക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഡൂം എന്തായാലും ലാറ്റ്വീരിയയിലുള്ളൊരു പുള്ളിയാണ്. അങ്ങനെ ആ ലാറ്റ്വീരിയയുടെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആക്സൻറ്റിൽ നമ്മുടെ ഡോക്ടർ ഡൂം സംസാരിക്കുന്ന പോലെയായിരിക്കും കാണിക്കുക. എന്തായാലും നമ്മുടെ ഡൂമിനും ടോണി സ്റ്റാർക്കിനും തമ്മിൽ എന്തായാലും വ്യത്യാസം കാണിക്കണമല്ലോ. പിന്നെ ചിലതിൽ ഇവരെന്തായാലും നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ മുഖത്ത് ഐ മീൻ ഡോക്ടർ ഡൂമിൻ്റെ മുഖത്ത് സ്കാർസ് ഉള്ള പോലെയും കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലതിൽ ഈ പടത്തിൽ ഈ ട്രെയിലറിൽ ഡോക്ടർ ഡൂമിൻ്റെ ഫേസ് റിവീലേ ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അതായത് പുള്ളി ആ സ്റ്റീൽ മാസ്ക് ഇട്ടിട്ടുള്ള പോലെ കാണിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ട്രെയിലർ കിട്ടിയാൽ മതിയല്ലോ. എന്തായാലും ഡോക്ടർ ഡൂമായിട്ട് വരാൻ വേണ്ടി പോകുന്ന RPG ആണെന്ന് നമുക്കറിയാം. ബാക്കി കാര്യങ്ങളൊക്കെ ട്രെയിലർ ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാനും പറ്റുമല്ലോ. ഈ ഒരു ട്രെയിലറിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനും ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇതിൽ നമ്മുടെ തോർ മയ്യത്താവും. കാരണം അങ്ങനെ ഒരു രീതിക്കാണ് പുള്ളിനെ കാണിച്ചിരിക്കുന്നത്. കാരണം എപ്പോഴും മാർവലിനൊരു ഒരു സംഭവമാണ്, അതായത് ഒരു പവർഫുൾ ഹീറോനെ ഈ നമ്മുടെ വില്ലൻ ഡിഫീറ്റ് ചെയ്യുന്ന പോലെ കാണിക്കും. എങ്കിൽ മാത്രമേ ആ ഒരു വില്ലനുള്ള ഒരു സംഭവം നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇൻഫിനിറ്റി വാറിലെ എൻഡ് ഗെയിമിലൊക്കെ തോറിനെയും ഹൾക്കിനെയൊക്കെ നമ്മുടെ താനോസ് ഡിഫീറ്റ് ചെയ്യുന്ന പോലെ കാണിക്കുന്ന പോലെ ചിലപ്പോൾ ഇതിൽ ഡൂം നമ്മുടെ തോറിനെ കൊന്ന് തന്നെ കളയാൻ ചിലപ്പോൾ. പിന്നെ ഇതിൽ സ്റ്റീവ് റോജേഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ലീഗ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഓൾറെഡി ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സിലാണെന്ന്. അവിടുന്ന് പുള്ളി ഈ ടൈം ലൈൻ ബ്രീച്ച് ചെയ്ത് അങ്ങോട്ട് വന്ന കാരണമാണ് ഈ ഇൻക്വേഷൻസ് ഒക്കെ നടന്നതും നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ആ യൂണിവേഴ്സൊക്കെ നശിക്കാൻ കാരണം. അങ്ങനെ സ്റ്റീവ് റോജേഴ്സിനെ പഞ്ഞിക്കിടാനാണ് ശരിക്കും ഡോക്ടർ ഡൂം ഈ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ട്രെയിലറും എല്ലാം കൂടി ഒന്ന് കൂട്ടുവായിക്കുമ്പോൾ എല്ലാം സത്യം തന്നെ ആയിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഓൾറെഡി വേറൊരു ലീക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സെൻട്രി ഒരൊറ്റ കയ്യിൽ ഈ മൊത്തം ഇൻക്വേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ സെൻട്രീനെ ആയിരിക്കാം കൊല്ലുന്നത്. എന്തായാലും ഒരു പവർഫുൾ ഹീറോനെ ഡൂം എന്തായാലും ഇതിൽ ഡിഫീറ്റ് ചെയ്യും. ഒന്നെങ്കിൽ അത് തോറായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ സെൻട്രി ആയിരിക്കും. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തിനാണ് ഇവന്മാർ വീണ്ടും സാവേജ് ഹൾക്കിനൊക്കെ തിരിച്ചുകൊണ്ടുവന്നതെന്ന്. കാരണം ഡൂമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഹീറോസ് വേണ്ടേ? അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഹീറോസ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടായിരിക്കും വീണ്ടും സാവേജ് ഹൾക്കിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മുടെ സാവേജ് ഹൾക്ക് വരുന്നുണ്ടെന്ന്. കാരണം അതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് ലുക്കും ലീക്സൊക്കെ പുറത്ത് വരുന്നുണ്ട്. കാരണം നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഒഫീഷ്യൽ ലെഗോയുടെ ടോയ്സ് ഇപ്പോൾ റിവീൽ ആയിട്ടുണ്ട്. അതിൽ നമ്മുടെ സാവേജ് ഹൾക്ക് ഒരു വലിയ ബിൽഡിംഗ് പൊട്ടിക്കുന്ന പോലെയും താഴെ നമ്മുടെ ഹീറോസും വില്ലൻസും ഒക്കെ നിൽക്കുന്ന പോലെ ഒരു സീൻ കാണിച്ചിട്ടുണ്ട്. സോ ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സാവേജ് ഹൾക്ക് എന്തായാലും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുന്നുണ്ടെന്ന്. സോ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഡൂംസ് ഡേയിലേക്ക് അത് കണ്ടിന്യൂ ആവണ്ടേ. പക്ഷേ സ്പൈഡർമാൻ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഡൂം ഒരു ഈസ്റ്റർ എഗ് പോലത്തെ ഒരു സാധനമൊക്കെ റിവീൽ ചെയ്തൊരു കാര്യമായിരുന്നു സ്പൈഡർമാൻ വരുന്നുണ്ടെന്ന്. പക്ഷേ അത് ഏത് സ്പൈഡർമാനാണ് കൺഫേംഡ് ആയിട്ടില്ല. ചാൻസും അത് നമ്മുടെ ടോബി മെഗ്വയറുടെ സ്പൈഡർമാൻ ആവാൻ തന്നെയാണ് ചാൻസ്. കാരണം പുള്ളിയുടെ യൂണിവേഴ്സ് നമ്മുടെ എക്സ്മെൻസ് ഇൻക്വേഷൻ നടത്തി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്മെൻസ് ആ സ്പൈഡർമാൻ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സ് തന്നെ നശിപ്പിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ പുള്ളി നമ്മുടെ എക്സ്മെൻസിനെ എതിർത്ത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന പോലെയും കാണിച്ചിട്ടുണ്ടാവും. സോ ആ ഒരു സ്പൈഡർമാൻ ആയിരിക്കും ഇതിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സീക്രട്ട് വാർസിലായിരിക്കാം. കാരണം ബ്രാൻഡ് ന്യൂ ഡേയുടെ എൻഡിൽ നമ്മുടെ സ്പൈഡർമാൻ മരിക്കുന്ന പോലെയാണ് അതിൻ്റെ പ്ലോട്ട് ലീക്കിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ആ ഇപ്പോൾ ഉള്ള നമ്മുടെ വെനം ആ സ്പൈഡർമാനെ പുള്ളിയായിട്ട് വീണ്ടും ബോണ്ട് ചെയ്യുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. സോ സ്പൈഡർമാൻ ആ ബ്ലാക്ക് സ്യൂട്ടൊക്കെ കിട്ടിയിട്ട് ചിലപ്പോൾ സീക്രട്ട് വാർസിലായിരിക്കും അപ്പിയർ ആവുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ആക്യുറേറ്റഡായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം സീക്രട്ട് വാർ കോമിക്സിൽ പണ്ടത്തെ സീക്രട്ട് വാർ കോമിക്സിലും നമ്മുടെ സ്പൈഡർമാന് ഫസ്റ്റായിട്ട് ആ ബ്ലാക്ക് സ്യൂട്ട് വെനം സ്യൂട്ട് കിട്ടുന്നതും പുള്ളി അപ്പിയർ ആവുന്നതും സീക്രട്ട് വാർസിൽ തന്നെയാണ്. പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നത് നമ്മുടെ ഗാംബിറ്റിൻ്റെ കാര്യത്തിലാണ്. കാരണം ഇത് ഏത് ഗാംബിറ്റാണെന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷനാണ്. പക്ഷേ ഒരു 90% എനിക്ക് തോന്നുന്നത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഗാംബിറ്റ് തന്നെയായിരിക്കും. കാരണം ആ ഗാംബിറ്റ് ആയിരിക്കും ഷാങ്ചിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഒറിജിനലി ചിലപ്പോൾ ഈ ഗാംബിറ്റ് ഈ ഫൈറ്റ് നടക്കാൻ പോകുന്ന എക്സ്മെൻ യൂണിവേഴ്സിലുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. അങ്ങനെ അവിടെ നിന്നായിരിക്കും പുള്ളി വോയിഡിൽ എത്തിയിട്ടുണ്ടാവുക. സോ പുള്ളിനെ തിരിച്ച് ആ ഒരു യൂണിവേഴ്സിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവന്നതായിരിക്കും. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോർട്ടൽ ഓപ്പൺ ആവുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ആ യൂണിവേഴ്സിലുള്ള വേറെ ഏതെങ്കിലും സോസർ സുപ്രീമോ അല്ലെങ്കിൽ ആർക്കറിയാം നമ്മുടെ ലോക്കി തന്നെ തിരിച്ചാവണം പുള്ളിനെ അവിടെ ആക്കിയതാണെന്ന്. എന്തൊക്കെയാണെങ്കിലും മാർവൽ എന്തായാലും കുറച്ച് ഈ കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ചുറ്റി പുകയാൻ വേണ്ടി തന്നെ കാത്തിക്കുമായിരിക്കും. കാരണം ഒന്ന് പുകഞ്ഞതിന് ശേഷം മാത്രമേ അവന്മാരെന്തായാലും ഈ ട്രെയിലർ വീണ്ടും ഇറക്കി വിടുള്ളൂ. സോ ഇന്നോ നാളെ എന്തായാലും നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ ആ ട്രെയിലർ കാണാൻ പറ്റും. പിന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.